ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ആതിര. നമ്മൾ ഇന്ന് 50 ഡേയ്സ് ക്രാഷ് കോഴ്സ് ജൂനിയർ അക്കൗണ്ടൻറ്റിൻ്റെ 5ാമത്തെ ക്ലാസ്സാണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പാർട്ട്ണർഷിപ്പിൻ്റെ ഇൻസോൾവൻസി വരെയുള്ള കാര്യങ്ങൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ തീർന്നു. ഇനി നമുക്ക് വെറും 3 ടോപ്പിക്ക് മാത്രമേ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ കവർ ചെയ്യാനുള്ളൂ. അത് ഈ ആഴ്ച തന്നെ കംപ്ലീറ്റ് ചെയ്യും. അക്കൗണ്ടിങ് ഫോർ കൺസൈൻമെൻറ്റ്, പിന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, ഫൈനൽ അക്കൗണ്ട്, ഇത്രയാണ് പഠിക്കാനുള്ളത്. അതിൽ അക്കൗണ്ടിങ് ഫോർ കൺസൈൻമെൻ്റ് ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. 2 ദിവസമായിട്ട് എനിക്ക് സുഖം ഉണ്ടായില്ല, അതാണ് ക്ലാസ് ചെയ്യാൻ പറ്റാതെ ഇരുന്നത്. എന്നാലും നമ്മൾ കറക്റ്റ് ഓഗസ്റ്റിൽ തന്നെ എന്തായാലും സിലബസ് ഫുൾ കംപ്ലീറ്റ് ചെയ്യും. ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് തരുന്നത്, ഇപ്പോൾ MCQ ആയാലും ക്വസ്റ്റ്യൻ പേപ്പർ ആയാലും ഇടയ്ക്ക് തരുന്നത് നിങ്ങൾ അതും കണ്ട് പഠിക്കുക. കാരണം കറക്റ്റ് ആ സിലബസിൽ നിന്നല്ലാതെ ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ സ്റ്റാറ്റി, ബാങ്കിങ് എന്നുള്ള കാര്യങ്ങളൊക്കെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ല. എന്നാൽ കൂടി നമ്മൾ അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ഞാൻ ടെലഗ്രാമിലും കൂടാതെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലും ഓരോ ദിവസം, ഇപ്പോൾ ഞാൻ ഇല്ലാത്ത ദിവസമാണെങ്കിൽ കൂടി എനിക്ക് പനിയാണ്, ആ ദിവസം തന്നെ ഞാൻ പനിയാണെന്ന് പറഞ്ഞിട്ട് പഠിക്കാനുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അത് പഠിച്ചു പോവുക. അപ്പോൾ നമുക്ക് ഈ ഓഗസ്റ്റിൽ തന്നെ ഒരുവിധം എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സെപ്റ്റംബർ ഫുൾ റിവിഷൻ നമുക്ക് ചെയ്യാനും സാധിക്കും. MCQ ആയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെപ്റ്റംബറിൽ ഫുൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുമ്പ് ക്ലാസ് എല്ലാവരും ഫുള്ള് കാണുക. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്ലാസ് ഇഷ്ടമായെങ്കിലും അതും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഇന്ന് അക്കൗണ്ടിങ് ഫോർ കൺസൈൻമെൻറ്റ് പഠിക്കാം. അക്കൗണ്ടിങ് ഫോർ കൺസൈൻമെൻറ്റ് ഈ ചാപ്റ്റർ BComലെ 3rd സെമ്മിലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റിൻ്റെ കീഴിൽ വരുന്ന ചാപ്റ്ററാണ് അക്കൗണ്ടിങ് ഫോർ കൺസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഇത് കുറച്ച് ഇലിസ്ട്രേഷൻസ് ഒക്കെ ഉള്ള ചാപ്റ്ററാണ്. കുറച്ചിട്ട് നമുക്കപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പഠിക്കേണ്ട അല്ലേ, വലിയ കണക്കുകളൊന്നും പഠിക്കാനില്ല. ഇപ്പോൾ തിയറി പഠിക്കുക, 1-2 പ്രോബ്ലംസ് മാത്രം, ഒരു പ്രോബ്ലം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, അത് നമുക്ക് പഠിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് കൺസൈൻമെൻറ്റിൻ്റെ ആവശ്യകത, നീഡ് ഫോർ കൺസൈൻമെൻറ്റ് എന്താണ് എന്നാണ് നോക്കുന്നത്. എന്താണ് കൺസൈൻമെൻറ്റിൻ്റെ ആവശ്യകത? ഇപ്പോൾ മാനുഫാക്ചേഴ്സിന് അല്ലെങ്കിൽ ഹോൾസെയിൽ ഡീലേഴ്സിന് അവർക്ക് അവരുടെ സാധനങ്ങൾ ആവശ്യമുള്ള എല്ലാവർക്കും, ഇപ്പോൾ അതെവിടെയാവാം, ചിലപ്പോൾ ഫോറിൻ മാർക്കറ്റിലാവാം അല്ലെങ്കിൽ ഹോം മാർക്കറ്റിലാവാം, എല്ലാവർക്കും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഓരോ ഏജൻസിനെ ഏൽപ്പിക്കുന്നത്. ഇപ്പോൾ ഹോമിലായിട്ട് അല്ലെങ്കിൽ എബ്രോഡിലായിക്കോട്ടെ ഏജൻസിനെ ഏൽപ്പിച്ചിട്ട് അവരുടേതായ ഗുഡ്സ് അവരെന്ത് ചെയ്യുന്നു, സെയിൽ ചെയ്യുന്നു. അപ്പോൾ സെയിൽ ഇൻക്രീസ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ലോക്കൽ കണ്ടീഷൻസ് ഒക്കെ നല്ല രീതിയിൽ അറിയാവുന്ന ഒരു ഏജൻറ്റിനെ ഏൽപ്പിച്ച് ലോക്കൽ മാർക്കറ്റിൽ അത് സെയിൽ ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ അവിടെ സെയിൽ ഇൻക്രീസ് ചെയ്യുന്നു. സെയിം തന്നെ ഫോറിൻ മാർക്കറ്റിലും ചെയ്യുന്നു. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൺസൈൻമെൻറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? സെയിൽ ഇൻക്രീസ് ചെയ്യാനാണ്. ഇനി എന്താണ് കൺസൈൻമെൻറ്റിൻ്റെ മീനിങ് എന്നതാണ് പറയുന്നത്. കൺസൈൻമെൻറ്റ് കുറച്ചേ ഉള്ളൂ, ഇത് അധികമൊന്നുമില്ല, നമുക്കൊരു എന്താ പറയുക, കുറച്ചേ ഉള്ളൂ, പഠിക്കാൻ കുറച്ചേ ഉള്ളൂ. പഠിക്കുമ്പോൾ നന്നായി തന്നെ പഠിക്കുക. കൺസൈനർ, കൺസൈനി എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ ഇതിൽ വേറെ കാര്യം വരുന്നത് ലോസിൻ്റെ പറ്റി പറയുന്നുണ്ട്. നോർമൽ ലോസ്, അബ്നോർമൽ ലോസ്, അത് നമ്മൾ അപ്ലൈഡ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലും പഠിച്ചതാണ്, നോർമൽ ലോസ്, അബ്നോർമൽ ലോസ് ഒക്കെ. അപ്പോൾ ആ ലിങ്ക്, ആ അപ്ലൈഡ് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ഫുൾ തിയറി ക്ലാസ്സിൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടോളാം. കൂടാതെ കാർഡായിട്ടും ആഡ് ചെയ്യാം. അപ്പോൾ ആവശ്യമുള്ളവർ അതും കയറി കണ്ട് പഠിക്കുക. അതിൽ അപ്ലൈഡ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്ന എല്ലാത്തിൻ്റെയും തിയറി ഫുൾ ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പ്രോബ്ലം സഹിതം, ഇപ്പോൾ കോൺട്രിബ്യൂഷൻ എന്താണ്, അങ്ങനെയുള്ള ചെറിയ പ്രോബ്ലം സഹിതം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും കാണുക. അപ്പോൾ നമുക്ക് എന്താണ് കൺസൈൻമെൻറ്റ് എന്ന് നോക്കാം. A shipment of good by a manufacturer or wholesale dealer to an agent to be sold by him on commission basis on the risk and account of the former is known as കൺസൈൻമെൻറ്റ്. ഒരു കമ്മീഷൻ ബേസിൽ മാനുഫാക്ചറോ അല്ലെങ്കിൽ ഹോൾസെയിൽ ഡീലറോ ആരെ ഏൽപ്പിക്കുന്നു, ആ ഏജൻറ്റിനെ അവരുടെ ഗുഡ്സ് സോൾഡ് ചെയ്യാൻ വേണ്ടി ഒരു കമ്മീഷൻ ബേസിൽ ഏൽപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. A shipment of good by a manufacturer or wholesale dealer to an agent to be sold by him on commission basis on the risk and account of the former. ഇവിടെ റിസ്ക് അക്കൗണ്ട് ഒക്കെ ആർക്കാ, ഫോർമർ എന്ന് പറയുന്ന ആരാണ്, മാനുഫാക്ചറിനാണ്. The person who sent the goods to the agent to be sold by him on commission basis is called consignor. ആരാണോ ഗുഡ് സെൻഡ് ചെയ്യുന്നത് അയാളാണ് കൺസൈനർ. The person who
to whom the goods are sent for sale on commission basis is called consignee. മറ്റൊരാളാണ്, അതായത് ഏജന്റായി പ്രവർത്തിക്കുന്ന ആളാണ് ഇത് കൺസൈനി എന്ന് പറയുന്നത്. To the consignor, the consignment of good is known as outward consignment. കൺസൈനറെ സംബന്ധിച്ചിടത്തോളം കൺസൈൻമെന്റ് എന്ന് പറയുന്ന ഒരു ഔട്ട്വേർഡ് കൺസൈൻമെന്റും കൺസൈനിയെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്, ഒരു ഇൻവേർഡ് കൺസൈൻമെന്റും ആണ്. ഓക്കെ. The goods consigned to the agent called goods sent to consignment cannot be treated as sales at the time of consignment. നമ്മൾ കൺസൈൻമെൻറ്റിന് അയക്കുന്ന ഗുഡ്സ് എന്താവില്ല, ഒരിക്കലും സെയിൽസ് ആവില്ല. കൺസൈൻമെൻറ്റ് ടൈമിൽ അത് സെയിൽസ് ആയിട്ട് കണക്കാക്കാൻ സാധിക്കുന്നതല്ല. ദേ ആർ ട്രീറ്റഡ് ആസ് സെയിൽസ് ഓൺലി വെൻ ദേ ആർ സോൾഡ് ബൈ കൺസൈനി. അപ്പോൾ കൺസൈനർ കൺസൈനിക്ക് ഗുഡ്സ് കൊടുത്തു, ഇങ്ങനെ വിൽക്കണം, ഒരു ഏജൻ്റ് എന്ന രീതിയിൽ കൺസൈനിക്ക് ഗുഡ്സ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ആ പ്രോസസ്സിൽ ഇതെന്നാ സെയിൽസ് ആവില്ല. കൺസൈനി അത് സോൾഡ് ചെയ്യണം. കൺസൈനി അത് സെയിൽസ് ചെയ്യുമ്പോൾ മാത്രമേ അവിടെ സെയിൽസ് നടക്കുന്നുള്ളൂ. ദെർഫോർ സച്ച് ഗുഡ്സ് റിക്വയർ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഇൻ അക്കൗണ്ട്. അതുകൊണ്ട് ഇത് സെയിൽസ് എന്ന രീതിയിൽ നമുക്ക് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നടത്താൻ സാധിക്കില്ല. ഇനി എന്താണ് കൺസൈൻമെൻറ്റും സെയിലും തമ്മിലുള്ള വ്യത്യാസം? ഓരോന്ന് പോയിന്റ് സഹിതമാണ് കൊടുത്തിരിക്കുന്നത്. 9 പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, ആദ്യത്തേത്, in case of a sale, the legal ownership of the good sold is transferred to purchaser of good. അല്ലേ, സെയിലിൽ എന്ത് ചെയ്യുന്നു, ആ ഓണർഷിപ്പ് പർച്ചേസ് ചെയ്യുമ്പോൾ മറ്റൊരാളിലേക്ക് മാറുന്നു. പക്ഷേ കൺസൈൻമെൻറ്റിൽ ദ ലീഗൽ ഓണർഷിപ്പ് ഓഫ് ദ ഗുഡ് ഈസ് നോട്ട് ട്രാൻസ്ഫേർഡ് ടു കൺസൈനി, കൺസൈനിയിലേക്ക് മാറുന്നില്ല. ബട്ട് ദ ഓണർഷിപ്പ് ഓഫ് ഗുഡ് റിമെയിൻ വെസ്റ്റഡ് ഇൻ ദ കൺസൈനർ ടിൽ ദ ഗുഡ്സ് കൺസൈൻഡ് ആർ സോൾഡ് ബൈ കൺസൈനി. കൺസൈനി സോൾഡ് ഗുഡ്സ് സോൾഡ് ചെയ്യുന്നവരെ ആ ഓണർഷിപ്പ് ആരുടെ പേരിലായിരിക്കും, കൺസൈനറിൻ്റെ പേരിലായിരിക്കും. ഓക്കെ, അതാണ് സെയിലിലും കൺസൈൻമെൻറ്റിലും തമ്മിലുള്ള ഫസ്റ്റ് ഡിഫറൻസ്. ദെൻ രണ്ടാമത്തത്, ഇൻ കേസ് ഓഫ് എ സെയിൽ ഓഫ് ഗുഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സെല്ലർ ആൻഡ് ദ പർച്ചേസർ ഓഫ് ഗുഡ് ഈസ് ദാറ്റ് ഓഫ് ക്രെഡിറ്റർ ആൻഡ് എ ഡെറ്റർ. സെയിലിലെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ക്രെഡിറ്റർ ഡെറ്റർ എന്നായിരിക്കും. പക്ഷേ ഇൻ കേസ് ഓഫ് കൺസൈൻമെൻറ്റിൽ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കൺസൈനർ ആൻഡ് ദ കൺസൈനി ഈസ് ദാറ്റ് എ പ്രിൻസിപ്പൾ ആൻഡ് ആൻ ഏജൻറ്റ്. കൺസൈനറും കൺസൈനിയും ആരൊക്കെയാണ്, പ്രിൻസിപ്പളും ഏജൻറ്റുമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ബിക്കോസ് ദ കൺസൈനി ഈസ് ടു സെൽ ഗുഡ്സ് ഓൺ ബിഹാഫ് ഓഫ് ദ കൺസൈനർ. കൺസൈനറിൻ്റെ ബിഹാഫിലാണ് കൺസൈനി ഗുഡ്സ് സെയിൽ ചെയ്യുന്നത്. തേർഡ് വൺ, in consignment, expenses incurred by the consignee in connection with the goods consigned to him are usually borne by the consignor. എക്സ്പെൻസസ് ആരാണ് ബോൺ ചെയ്യുന്നത്, വഹിക്കുന്നത്, കൺസൈനർ ആയിരിക്കും. പക്ഷേ ഇൻ കേസ് ഓഫ് സെയിൽ, എക്സ്പെൻസസ് ഇൻകേർഡ് ആഫ്റ്റർ സെയിൽ ഓഫ് ഗുഡ്സ് ആർ ബോൺ ബൈ ദ പർച്ചേസർ. സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും എക്സ്പെൻസ് വരുന്നുണ്ടെങ്കിൽ അത് ആര് വഹിക്കണം, പർച്ചേസർ വഹിക്കേണ്ടതായിട്ട് വരും. Then fourth one, in case of consignment, risk attached to the goods sent lies with the consignor till the goods consigned are sold by consignee. എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ അത് കൺസൈനറിൻ്റെ പേരിലായിരിക്കും. പക്ഷേ ഇൻ കേസ് ഓഫ് സെയിൽ, റിസ്ക് അറ്റാച്ച്ഡ് ടു ദ ഗുഡ്സ് സോൾഡ് ഈസ് ട്രാൻസ്ഫർ ടു പർച്ചേസർ. സെയിലിൻ്റെ കേസിലോ പർച്ചേസറിൻ്റെ പേരിലായിരിക്കും റിസ്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ കൺസൈൻമെൻറ്റിൽ റിസ്ക് ആരുടെയാ, കൺസൈനറിൻ്റെയും മറ്റതിൽ പർച്ചേസറിൻ്റെയും ആയിരിക്കും. ഇത് പഠിക്കാൻ പാടുള്ളവർ, ഇപ്പം മനസ്സിലാവും, ഓർത്ത് വയ്ക്കാൻ പറ്റും എന്നുള്ളവർ ഇങ്ങനെ തന്നെ ഫോളോ ചെയ്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ടൊക്കെ എഴുതുന്നവരാണെങ്കിൽ ജസ്റ്റ് കോളം വൈസ് എഴുതണം കേട്ടോ. ആദ്യം കൺസൈൻമെൻ്റ് എന്ന് എഴുതുക, ആദ്യം ബേസിസ് എന്ന് കൊടുക്കുക, പിന്നെ കൺസൈൻമെൻറ്റ് എന്ന് കൊടുക്കുക, സെയിൽ എന്ന് കൊടുക്കുക. അപ്പോൾ ബേസിസിൽ നമുക്ക് ഇതിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഈ റിസ്കിൻ്റെ കേസിലാണെങ്കിൽ റിസ്ക് എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞ് കൺസൈൻമെൻറ്റ് താഴെ എന്ത് കൊടുക്കണം, വിത്ത് ദ കൺസൈനർ, മറ്റെടുത്ത് വിത്ത് ദ പർച്ചേസർ. ഓക്കെ, അങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. അടുത്തത്, ഇൻ കേസ് ഓഫ് കൺസൈൻമെൻറ്റ്, റിട്ടേൺ ഓഫ് ഗുഡ് ഈസ് പോസിബിൾ ഇഫ് ദ ഗുഡ്സ് ആർ നോട്ട് സോൾഡ് ബൈ ദ കൺസൈനി. കൺസൈൻമെൻറ്റിൽ കൺസൈനി ഗുഡ്സ് സോൾഡ് ചെയ്തില്ലെങ്കിൽ, വിറ്റില്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കത് റിട്ടേൺ പോസിബിൾ ആണ്. പക്ഷെ സെയിലിൽ റിട്ടേൺ പോസിബിൾ ആണോ, അല്ല. ഒരിക്കലും സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റിട്ടേൺ പോസിബിൾ അല്ല. പിന്നെ ചില കേസുകളിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ 7 ദിവസത്തിനുള്ളിൽ നമ്മുടെ ആമസോൺ അതുപോലത്തെ സൈറ്റുകളിൽ വരെ 7 ദിവസത്തെ ഇതുണ്ട്, റിട്ടേൺ പോളിസി ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതല്ലാത്ത രീതിയിലാണ് ഇവിടെ പറയുന്നത്. ദെൻ 6th one, in case of consignment, account sale is required to be submitted periodically by the consignee to the consignor. ഇവിടെ സബ്മിറ്റ് ചെയ്യണം. അക്കൗണ്ട് സെയിൽ എന്നുള്ളത്
പീരിയോഡിക്കലി കൺസൈനർക്ക് സബ്മിറ്റ് ചെയ്യണം. പക്ഷേ ബട്ട് ഇൻ കേസ് ഓഫ് സെയിൽ നോ അക്കൗണ്ട് സെയിൽ ഈസ് റിക്വയർഡ് ടു ബി സബ്മിറ്റഡ് ബൈ ദ പർച്ചേസർ ടു ദ സെല്ലർ. സെല്ലറിന് പർച്ചേസർ എന്തെങ്കിലും അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ട് സെയിൽ സബ്മിറ്റ് ചെയ്യണോ? വേണ്ട. In case of consignment, unsold goods with the consignee will be treated as stock of the consignor. വിൽക്കാത്ത ഗുഡ്സ് എന്താണ്? കൺസൈനറിൻ്റെ സ്റ്റോക്ക് ആയിട്ടാണ് കാണുന്നത് ഇതിൽ കൺസൈൻമെൻറ്റിൽ. ബട്ട് ദ സെല്ലർ ഹാസ് നത്തിങ് ടു ഡു വിത്ത് അൺസോൾഡ് ഗുഡ്സ് ഓഫ് ദ ബയ്യർ. ബയ്യറിൻ്റെ സെയിലിൻ്റെ കേസിലാണെങ്കിൽ ബയ്യറിൻ്റെ അൺസോൾഡ് ഗുഡ്സ് വെച്ച് സെല്ലറിന് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇല്ല. സെല്ലർ ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ അൺസോൾഡ് ഗുഡ്സ് ടു ദ ഓഫ് ദ ബയ്യർ. Then in consignment, transactions are governed and regulated by law of agency, whereas in sale, transactions are regulated by the Sale of Goods Act. Consignment ആരാണ് ഗവേൺ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും ലോ ഓഫ് ഏജൻസി ആണ്. പക്ഷേ സെയിൽ ട്രാൻസാക്ഷൻ ആണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിന് കീഴിലാണ് വരുന്നത്. In case of sale, if goods are lost after delivery to the buyer, it is the buyer who will bear the loss. ആരാണോ പർച്ചേസർ, ആരാണോ വാങ്ങിയ ആൾ, അപ്പോൾ സെയിലിന് ശേഷം എന്ത് സംഭവിച്ചാലും, സെയിലിൻ്റെ കാര്യത്തിൽ ഡെലിവറിക്ക് ശേഷം എന്ത് സംഭവിച്ചാലും, ഇപ്പം ഗുഡ്സ് ലോസ്റ്റ് ആയാലും അത് ആരുടെ ഇതാണ് ലോസാണ്? ബയ്യർ വേണം ആ ലോസ് ബെയർ ചെയ്യാൻ. പക്ഷെ കൺസൈൻമെൻറ്റിൽ ഇഫ് ഗുഡ്സ് ആർ ലോസ് ഇറ്റ് ഈസ് ദ കൺസൈനർ ഹൂ വിൽ ബെയർ ദ ലോസ്. ഗുഡ്സ് ലോസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ലോസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺസൈനർ വേണം ആ ലോസ് ബെയർ ചെയ്യാൻ. അപ്പം ഇത്രയാണ് സെയിലും കൺസൈൻമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം. ഇനി പ്രൊസീജിയർ ടു ബി ഫോളോഡ് ഇൻ കേസ് ഓഫ് കൺസൈൻമെൻറ്റ്. ഇത് പ്രൊസീജിയർ മാത്രമല്ല, അല്ലാതെ കുറച്ച് കാര്യങ്ങൾ വിശദമായിട്ട് പറയുന്നുണ്ട്. നമുക്കതുകൊണ്ട് ഇത് ഫുള്ളായിട്ടൊന്ന് വായിച്ച് നോക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഫുള്ളായിട്ട് നമുക്ക് നോക്കാം. The consignor send goods to the consignee and incurs certain expenses in sending the goods to the consignee. ആരാ ഗുഡ് സെൻഡ് ചെയ്യുന്ന? കൺസൈനർ. ആർക്ക്? കൺസൈനിക്ക്. അപ്പോൾ കുറച്ച് എക്സ്പെൻസസും വരുന്നുണ്ടാവും അല്ലേ? ആ കൺസൈനിക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ കുറച്ച് എക്സ്പെൻസസ് വരും. ജനറലി കൺസൈനർ റിസീവ്സ് അഡ്വാൻസ് അഗെയിൻസ്റ്റ് ദ ഗുഡ്സ് ഫ്രം ദ കൺസൈനി. സാധാരണ രീതിയിൽ എന്ത് കിട്ടാറുണ്ട്? ഒരു അഡ്വാൻസ് കിട്ടാറുണ്ട്. Such goods can be sent by the consignor either at cost price or at invoice price for which the consignor will prepare a pro forma invoice. ഒന്നെങ്കിൽ കോസ്റ്റ് പ്രൈസിൽ അല്ലെങ്കിൽ ഇൻവോയ്സ് പ്രൈസിലാണ് ആ ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത്. കൺസൈനിക്ക് സെൻഡ് ചെയ്യുന്നത്. അതിനുവേണ്ടി കൺസൈനർ എന്ത് പ്രിപ്പയർ ചെയ്യും? ഒരു പ്രൊഫോമ ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ആരാ പ്രിപ്പയർ ചെയ്യുന്ന? കൺസൈനറാണ്. അവിടെ അതാണ് ശ്രദ്ധിക്കേണ്ടത്. ദ കൺസൈനർ വിൽ പ്രിപ്പയർ എ പ്രൊഫോമ ഇൻവോയ്സ്. ആ ക്വസ്റ്റ്യൻ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. കൺസൈനർ ആണ് പ്രൊഫോമ ഇൻവോയ്സ് അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത്. Such invoice is exactly like invoice in appearance without being actually the invoice, but it does not make the consignee responsible to pay the amount mentioned therein. ഇത് എന്താ പറയുക? ഒരു ഇൻവോയ്സ് എന്ന രീതിയിലല്ല. എക്സാക്ട്ലി ലൈക്ക് ഇൻവോയ്സ് ഇൻ അപ്പിയറൻസ് ഒക്കെ നമുക്ക് അങ്ങനെ തോന്നുമെങ്കിലും പക്ഷേ അങ്ങനെയല്ല. കൂടാതെ കൺസൈനിക്കുള്ളൊരു റെസ്പോൺസിബിൾ എന്ന രീതിയിൽ ഇത് പറയുന്നുമില്ല. It is in the nature of memorandum and is not a debit note, so it is unlike a regular invoice. ഇതൊരു മെമ്മോറാൻഡം മോഡലാണ്, അല്ലാതെ ഡെബിറ്റ് നോട്ട് മോഡലല്ല. ഓക്കെ. The consignee will incur some low expenses for taking the delivery of goods and bringing these to the shop. He will try to sell the goods either for cash or credit. കൺസൈനിക്ക് ചില എക്സ്പെൻസ് വരില്ലേ? ഗുഡ്സ് ഡെലിവറി ചെയ്യാനും അത് പിന്നെ ഷോപ്പിൽ കൊണ്ടുവരാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് കൺസൈനിക്ക് കുറച്ച് എക്സ്പെൻസ് ഒക്കെ വരില്ലേ? അപ്പോൾ അയാൾ എന്ത് ചെയ്യും? അത് ക്യാഷിനോ അല്ലെങ്കിൽ ക്രെഡിറ്റിനോ അയാൾ വിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. He will get commission for the sales which he has made on behalf of the consignor, besides getting reimbursement of actual expenses incurred by him on behalf of the consignor. ഇപ്പോൾ എന്തെങ്കിലും എക്സ്പെൻസ് കൺസൈനിക്ക് ഉണ്ടെങ്കിൽ ആ എക്സ്പെൻസ് എന്ത് ചെയ്യും? റീഇംബേഴ്സ് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു എന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷനോ അങ്ങനെ എന്തെങ്കിലും എക്സ്പെൻസ് കൺസൈനിക്ക് വരുന്നുണ്ടെങ്കിൽ ആ എക്സ്പെൻസ് കൺസൈനർ അവസാനം കൊടുക്കും. അതാണ് റീഇംബേഴ്സ്മെൻറ്റ് പറയുന്നത്. റീഇംബേഴ്സ്മെൻറ്റ് കൂടാതെ കൺസൈനിക്ക് എന്തും ലഭിക്കും? കമ്മീഷൻ ലഭിക്കും. അദ്ദേഹം കൺസൈനി ചെയ്യുന്ന സെയിൽസിനുള്ള കമ്മീഷനും ലഭിക്കുന്നതായിരിക്കും. When goods are sold by the consignee on credit, there is a possibility that the amount may not be realizable by the consignee from the consignment debtors. ഇപ്പോൾ ക്രെഡിറ്റിനാണ് സാധനങ്ങൾ വിൽക്കുന്നതെങ്കിൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അല്ലേ? പോസിബിലിറ്റി എന്നാ പറയുക? ഒരു
കിട്ടൊക്കെ ഡെറ്റേഴ്സിൻ്റെ കാര്യമായതുകൊണ്ട് എങ്ങനെയാണെന്നൊരു ഉറപ്പ് പറയാൻ പറ്റില്ല. The consignee, in order to increase the commission, may sell the goods on credit without any responsibility for collection of debt. Debt collection ഒന്നും അദ്ദേഹം അല്ല ചെയ്യുന്നത്. കൺസൈനി ജസ്റ്റ് എന്ത് ചെയ്യുന്നു, വിൽക്കുന്നു, അതിനുള്ള കമ്മീഷൻ വാങ്ങുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും, സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രെഡിറ്റിനും സാധനങ്ങൾ കൺസൈനി വിൽക്കുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഡെറ്റേഴ്സിൻ്റെ കാര്യം നമുക്ക് കറക്റ്റ് ഡെറ്റേഴ്സ് തരുമോ ഇല്ലയോ എന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അവരൊരു പ്രശ്നം വരും അല്ലേ. In order to check this tendency, the consignor gives the consignee commission called del creditor commission. Del creditor commission important ആണ്, കൺസൈൻമെൻറ്റായി ബന്ധപ്പെട്ടതാണ്. എന്താ del creditor commission എന്ന് നോക്കി. It is a commission which is paid by the consignor to the consignee for taking additional risk of recovery of debt on account of sale made on credit by the consignee on behalf of the consignor. കൺസൈനർക്ക് വേണ്ടിയിട്ട് കൺസൈനി ക്രെഡിറ്റിൽ സാധനങ്ങൾ വിൽക്കുന്നു. കൺസൈനി സാധനങ്ങൾ വിൽക്കുകയാണ് കൺസൈനിയുടെ ജോലി. അപ്പോൾ എന്തിൽ വിൽക്കുന്നു, ക്രെഡിറ്റിലും വിൽക്കുന്നുണ്ട്, ക്യാഷിലും വിൽക്കാം ക്രെഡിറ്റിലും വിൽക്കാം എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ക്രെഡിറ്റിൽ വിൽക്കുമ്പോൾ നമ്മുടെ ഡെറ്റേഴ്സ് ആ എമൗണ്ട് തരണം അല്ലേ. അപ്പോൾ ആ തരിക എന്നുള്ളത് കൺസൈനിയെ തന്നെ ആരെ ഏൽപ്പിക്കുകയാണ്, കൺസൈനറെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന കമ്മീഷനാണ് ഡെൽ ക്രെഡിറ്റർ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡെറ്റ് റിക്കവർ ചെയ്യാനുള്ള ഒരു അഡീഷണൽ റിസ്ക്കും കൂടി ആരെടുക്കുന്നുണ്ട്, കൺസൈനി എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അഡീഷണൽ റിസ്ക് കൺസൈനി എടുക്കുമ്പോൾ കൺസൈനർ കൊടുക്കുന്ന കമ്മീഷനാണ് ഡെൽ ക്രെഡിറ്റർ കമ്മീഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്. It is generally calculated on gross sales unless given in the question to be calculated on credit sale. സാധാരണ രീതിയിൽ അത് ഗ്രോസ് സെയിൽസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. If a consignor allows del creditor commission to the consignee, then bad debt will be borne by the consignee. del creditor commission അലോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാഡ് ഡെപ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആര് ബോൺ ചെയ്യണം, കൺസൈനി വേണം അത് വഹിക്കാൻ. Moreover, it will also make the consignee careful on choosing customers for credit sales. Moreover, it will also make the consignee careful on choosing customers for credit sale. നമുക്ക് del creditor commission അലൗ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺസൈനി വേണം ബാഡ് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ നോക്കാനും, പിന്നെ കൂടാതെ എന്തെങ്കിലും ഡെറ്റ് റിക്കവർ ചെയ്യാനുള്ള അഡീഷണൽ റിസ്ക് ഒക്കെ എടുക്കുന്നത് ആര് തന്നെയാണ്, കൺസൈനി തന്നെയാണ്. അപ്പോൾ കൺസൈനി എന്ത് ചെയ്യും, കസ്റ്റമേഴ്സിനെ, ഇപ്പോൾ ക്രെഡിറ്റ് സെയിലിനുള്ള കസ്റ്റമേഴ്സിനെ കെയർഫുള്ളായിട്ട് ചൂസ് ചെയ്യുകയും ചെയ്യും. Sometimes an extra commission is given by the consignor to the consignee for working hard to push a new line of product in the market. Such commission is called overriding commission. അപ്പോൾ del creditor commission എന്ന് വെച്ചാൽ എന്തായിരുന്നു, അഡീഷണൽ റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കമ്മീഷൻ അല്ലേ. ഡെറ്റ് റിക്കവറി ചെയ്യാൻ വേണ്ടിയിട്ട് അഡീഷണൽ റിസ്ക് എടുക്കുമ്പോൾ കൺസൈനിക്ക് കിട്ടുന്ന കമ്മീഷനാണ് del creditor commission. അത് ക്രെഡിറ്റ് സെയിലായി ബന്ധപ്പെടുത്തി പഠിച്ചു വയ്ക്കാം. ഇനിയുള്ള ഓവർറൈഡിങ് കമ്മീഷൻ എന്ന് വെച്ചാൽ എന്താണ്, അത് കൺസൈനിക്ക് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്, ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു പുതിയ ലൈൻ ഓഫ് പ്രോഡക്റ്റിനെ പുഷ് ചെയ്യാൻ വേണ്ടി, മാർക്കറ്റിൽ അതിനെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് overriding commission. After a particular fixed time or as and when the goods consigned are sold by the consignee is required to send a statement known as account sale, which will show the quantity and quality of goods sold, the gross proceed realized, and the amount due to the consignor after deducting consignee expenses on consignment of goods, commission payable to the consignee, and advance paid by the consignee from the gross sale proceeds. അപ്പോൾ അവസാനം എന്ത് ചെയ്യണം, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയ അക്കൗണ്ട് സെയിൽ എന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യുക, കൺസൈനി കൊടുക്കുക. അതിൽ എന്തൊക്കെ ഉണ്ടാവും, ക്വാളിറ്റി ഓഫ് ഗുഡ്സ് സോൾഡ്, പിന്നെ ഗ്രോസ് പ്രൊസീഡ്സ് ഉണ്ടാവും, ആൻഡ് എമൗണ്ട് ഡ്യൂ ടു ദ കൺസൈനർക്കുള്ള ടോട്ടൽ എമൗണ്ട്, അതിൽ നിന്ന് കൺസൈനിയുടെ എക്സ്പെൻസ് ഒക്കെ കുറയ്ക്കുന്നത്, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക, അക്കൗണ്ട് സെയിൽസ് എന്ന് പറയുന്നത്. The account sale is sent to the consignor with a view to enabling him to note entries regarding sale of the goods consigned, expenses incurred and commission earned by the consignee. കൺസൈനർക്ക് അത് സെൻഡ് ചെയ്യുന്നു, എന്ത്, അക്കൗണ്ട് സെയിൽസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കൺസൈനർക്ക് സെൻഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്, ഈ കൺസൈൻമെൻറ്റും പിന്നെ എക്സ്പെൻസും കമ്മീഷനും അതൊക്കെയായി ബന്ധപ്പെട്ട എൻട്രീസ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ താഴെ കാണിച്ചിരിക്കുന്നതാണ് അക്കൗണ്ട് സെയിൽസിൻ്റെ ജസ്റ്റ് ഒരു ഫോർമാറ്റാണ്. അക്കൗണ്ട് സെയിൽസ് ഓഫ് 100 ടേബിൾ ഫാൻ സോൾഡ് ബൈ സുരേഷ് ആൻഡ് കമ്പനി ഓഫ് ഡൽഹി ഫോർ ദി അക്കൗണ്ട് ആൻഡ് റിസ്ക് ഓഫ് ലക്ഷ്മി പ്രൈവറ്റ് ലിമിറ്റഡ് മുംബൈ.
100 ടേബിൾ ഫാൻ സോൾവ് ചെയ്തതിൻ്റെ കാര്യങ്ങളാണ് കണ്ടോ. ആദ്യം ഗ്രോസ് പ്രൊസീഡ്സ് 300 രൂപ വെച്ച് 30,000. പിന്നെ അവർക്ക് വന്ന ചാർജസ് ഫ്രൈറ്റ്, ഇൻഷുറൻസ്, വെയർ ഹൗസ്, കമ്മീഷൻ. ഇപ്പോൾ ടോട്ടൽ 2250 രൂപയാണ് ചാർജസ് ഒക്കെ ആയിട്ട് വന്നത്. അപ്പോൾ ലാസ്റ്റ് എത്ര കിട്ടി? 27,750. അതിൽ നിന്ന് അഡ്വാൻസ് ആയ 11,000 കുറച്ചപ്പോൾ ബാക്കി 16,750. ജസ്റ്റ് ഒരു അക്കൗണ്ട് സെയിലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റാണിത്. ഓക്കെ, ഇതിന് മുന്നേ ഉള്ള ഈ പാരഗ്രാഫ് ഇത്രയും ഞാൻ വായിച്ച് പറയാൻ കാരണം ചെറിയ ഇപ്പം പ്രൊഫോമ ഇൻവോയ്സ് ആര് പ്രിപ്പയർ ചെയ്യുന്നു? ആരാണ്? കൺസൈനറാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ ഡെൽ ക്രെഡർ കമ്മീഷൻ എന്താണ്, പിന്നെ എന്താണ് നമ്മൾ ഓവർ റൈഡിങ് കമ്മീഷൻ എന്താണ്, അക്കൗണ്ട് സെയിൽ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇത്രയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിൽ നിന്നും വായിച്ചാലാണ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് പഠിക്കാനുള്ള സിലബസിലുള്ള കാര്യം മാത്രമേ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുള്ളൂ കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി നമ്മുടെ ഇതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇച്ചിരി കൂടി ചെറുതാക്കി തരുമോ, ഇത്ര ഡീറ്റെയിൽ വേണോ എന്നുള്ളത്. അപ്പം ഇത് ഞാൻ വേറെ കണക്കുകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല, നമുക്ക് അത്യാവശ്യമുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് ചോദിച്ചാലോ എന്ന് വിചാരിച്ചാണ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ പറയുന്നത്. കൂടാതെ ഇത് ഞാൻ നമ്മുടെ ഇതിലേക്ക് ഇടുന്നുണ്ടല്ലോ, ടെലഗ്രാം ചാനലിലേക്കും PDF ഇടുന്നുണ്ട്. അണ്ടർലൈൻ ചെയ്ത് തന്നെയാണ് അതും ഇടുന്നത്. ഞാൻ എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കിയാലും മതി. ഓക്കെ, ഇനി എന്താണ് അക്കൗണ്ട് സെയിലും പ്രൊഫോമ ഇൻവോയ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് നോക്കി. ഫസ്റ്റ് വൺ, പ്രിപ്പറേഷൻ ആൻഡ് ഡെസ്പാച്ച്. അക്കൗണ്ട് സെയിലും പ്രൊഫോമ ഇൻവോയ്സ്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ കൺസൈനി ആൻഡ് സെൻഡ് ടു ദ കൺസൈനർ. അക്കൗണ്ട് സെയിൽ ആര് പ്രിപ്പയർ ചെയ്യുന്നു? കൺസൈനി പ്രിപ്പയർ ചെയ്യുന്നു, കൺസൈനർക്ക് കൊടുക്കുന്നു. പ്രൊഫോമ ഇൻവോയ്സ് ആരെ പ്രിപ്പയർ ചെയ്യുന്നത്? കൺസൈനർ ആയിരുന്നു, മാറിപ്പോകരുത്. ദെൻ അക്കൗണ്ട് സെയിലിലെ കണ്ടന്റ് എന്ന് പറയുന്നത് ഡീറ്റെയിൽ ഓഫ് ഗുഡ്സിനെ പറ്റിയിട്ടുള്ളത്, പിന്നെ എക്സ്പെൻസ്, കമ്മീഷൻ, അഡ്വാൻസ് അതൊക്കെയാണ്. പ്രൊഫോമ ഇൻവോയ്സിലോ ഗുഡ്സിൻ്റെ പർട്ടിക്കുലേഴ്സും ഡെസ്പാച്ചുമാണ് കാണിക്കുന്നത്. അക്കൗണ്ട് സെയിലിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അക്കൗണ്ട് സെയിൽ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ പ്രൊഫോമ ഇൻവോയ്സ് എന്ന് പറയുന്ന ഒരു അഡ്വൈസ് നോട്ടാണ്. ഓക്കെ, ഇനി അക്കൗണ്ട് സെയിൽ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? പീരിയോഡിക്കലി പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഓരോ സെയിൽസിൻ്റെ കംപ്ലീഷൻ അനുസരിച്ചാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. പ്രൊഫോമ ഇൻവോയ്സോ ഡെസ്പാച്ച്, ഗുഡ്സ് ഡെസ്പാച്ചിൻ്റെ ടൈമിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി അക്കൗണ്ട് സെയിൽ എന്ന് പറയുന്നത് ഇറ്റ് മേക്ക് ദ കൺസൈനി അക്കൗണ്ടബിൾ ടു ദ കൺസൈനർ. ആരെ പ്രിപ്പയർ ചെയ്യുന്നത്? കൺസൈനിയാണ്. ഇനി പ്രൊഫോമ ഇൻവോയ്സിൽ ദർ ഇസ് നോ റെസ്പോൺസിബിലിറ്റി ഓൺ ദ പാർട്ട് ഓഫ് ദ കൺസൈനി. കൺസൈനിയുടെ പാർട്ടിൽ നിന്ന് പ്രൊഫോമ ഇൻവോയ്സിൽ യാതൊരു റെസ്പോൺസിബിലിറ്റിയും ആവശ്യമില്ല. ലാസ്റ്റ് വൺ, ഇൻ അക്കൗണ്ട് സെയിൽ ഇറ്റ് സെർവ് ആസ് ദ ബേസിസ് ഫോർ റെക്കോർഡിംഗ് എൻട്രീസ് ഇൻ ദ ബുക്ക് ബൈ ദ കൺസൈനർ. എല്ലാ കാര്യങ്ങളും കൺസൈനർക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം അല്ലേ പറയുന്നുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞു എല്ലാ എൻട്രീസൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പ്രൊഫോമ ഇൻവോയ്സിലോ ഇറ്റ് ഡസ് നോട്ട് സെർവ് ആസ് ദ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് എൻട്രി. ഇറ്റ് ഈസ് മിയർലി ഫോർ അഡ്വൈസ് ആൻഡ് ഇൻഫോർമേഷൻ ഓഫ് കൺസൈനി. നമ്മൾ അഡ്വൈസ് നോട്ടാണ് പഠിച്ചു. അതുകൊണ്ട് ഇതൊരു അഡ്വൈസ് ആൻഡ് ഇൻഫോർമേഷൻ, കൺസൈനിക്കുള്ള ഒരു അഡ്വൈസ് എന്ന രീതിയിൽ മാത്രമേ പ്രൊഫോമ ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എന്താണ് അക്കൗണ്ട് സെയിലും ഇൻവോയ്സും തമ്മിലുള്ള വ്യത്യാസം. ഇനി അക്കൗണ്ട് സെയിൽസും ഇൻവോയ്സും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. അക്കൗണ്ട് സെയിൽ ഡിഫർ ഫ്രം ഇൻവോയ്സ്. ഇൻവോയ്സ് ഇസ് സെൻഡ് ബൈ എ സെല്ലർ ടു ദ ബയ്യർ. ഇൻവോയ്സ് സെല്ലർ ബയ്യറിന് കൊടുക്കുന്നു. അതിലെന്തൊക്കെ ഉണ്ടാവും? ഗുഡ്സിൻ്റെ കാര്യങ്ങൾ, പിന്നെ ക്രെഡിറ്റ് പ്രൈസ് എത്രയാണ്. അപ്പോൾ ആ ഇൻവോയ്സിലുള്ള എമൗണ്ട് ആര് കൊടുക്കണം? ബയ്യർ പേ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഡിഫറൻസ് എന്ന് നോക്കി. അക്കൗണ്ട് സെയിൽ ഈസ് പ്രിപ്പയർഡ് ബൈ ദ കൺസൈനി. നമ്മൾ ആദ്യം പഠിച്ചു. ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യുന്നത് ആരാ? ഈ സെൻഡ് ബൈ ദ സെല്ലർ. സെല്ലറാണ് ഇൻവോയ്സ് സെൻഡ് ചെയ്യുന്നത്. അക്കൗണ്ട് സെയിൽ പ്രിപ്പയർ ചെയ്യുന്നത് കൺസൈനിയാണ്. പിന്നെ ഓൾ എക്സ്പെൻസസ് ആൻഡ് കമ്മീഷൻ ആർ ഡിഡക്റ്റഡ് ഇൻ അക്കൗണ്ട് സെയിൽ. അക്കൗണ്ട് സെയിലിൽ നിന്ന് ഗ്രോസിൽ നിന്ന് എല്ലാ എക്സ്പെൻസും കമ്മീഷനും നമ്മൾ ഡിഡക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻ ഇൻവോയ്സ് എക്സ്പെൻസസ് ആർ ആഡഡ് ബട്ട് ഡിസ്കൗണ്ട് ആൻഡ് കമ്മീഷൻ ആർ ഡിഡക്റ്റഡ്. ഇൻവോയ്സിൽ എങ്ങനെയാണ്? ഇൻവോയ്സ് എക്സ്പെൻസ് ആഡ് ചെയ്യുന്നു, പക്ഷേ ഡിസ്കൗണ്ടും കമ്മീഷനും നമ്മൾ കുറയ്ക്കുന്നു. ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇപ്പോൾ ഇങ്ങനെ വായിക്കുമ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ തോന്നുന്നവർ എന്ത് ചെയ്യുക? ജസ്റ്റ് ബേസിസ്, പിന്നെ അക്കൗണ്ട് സെയിൽസ്, ഇൻവോയ്സ്, അങ്ങനെ 3 കോളമായിട്ട് ജസ്റ്റ് ആ പോയിന്റ് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ പെട്ടെന്ന് കിട്ടും കേട്ടോ. ഇനി തേർഡ് പോയിന്റ് നോക്കി. ഓൾ എക്സ്പെൻസസ് ഇൻക്ലൂഡ് ബൈ ദ കൺസൈനി ആർ ബോൺ ബൈ ദ കൺസൈനർ. എല്ലാ എക്സ്പെൻസും ആരാണ് ബോൺ ചെയ്യുന്നത്? കൺസൈനറാണ്. പക്ഷേ
ഇൻവോയ്സിൻ്റെ കേസിലോ ആഫ്റ്റർ സെയിൽ എക്സ്പെൻസസ് ആർ പെയ്ഡ് ബൈ ദ ബയ്യർ. നമ്മൾ ആദ്യം പറഞ്ഞു എക്സ്പെൻസ് ആര് പേ ചെയ്യണം, ബയ്യർ പേ ചെയ്യണം, അതായത് സെയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഓക്കെ, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു പാർട്ടീസ് ഇൻ കേസ് ഓഫ് ആൻ ഇൻവോയ്സ് ഈസ് ദാറ്റ് ഓഫ് എ ഡെറ്റർ ആൻഡ് ക്രെഡിറ്റർ. ഇൻവോയ്സിൽ അതായത് സെയിൽസിൽ ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പാണ് വരുന്നത്. പക്ഷേ അക്കൗണ്ട് സെയിലിലോ പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പാണ് വരുന്നത്. ഇൻ കേസ് ഓഫ് പ്രൊഫോമ ഇൻവോയ്സ് പ്രൈസ് കൺസൈനി ഈസ് നോട്ട് to make payment on receiving the goods, but he will be liable only after sale. സെയിലിന് ശേഷമാണ് ഇവിടെ ലൈബിൾ ആവുന്നുള്ളൂ. പക്ഷേ ഇൻവോയ്സിൽ എങ്ങനെയാണ്, ദ ബയ്യർ ഈസ് ലൈബിൾ ടു മേക്ക് പേയ്മെൻറ്റ് ഓൺ റിസീവിങ് ദ ഗുഡ്സ്. ഗുഡ്സ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബയ്യർ ആയിരിക്കും ഇവിടെ പേയ്മെൻറ്റ് കൊടുക്കാൻ ലൈബിൾ ആയിട്ടുള്ളത്. In case of pro forma invoice, ownership is not transferred while sending the goods. ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുന്നുണ്ടോ പ്രൊഫോമ ഇൻവോയ്സിൽ? ഇല്ല. ഇത് കൺസൈനി വിറ്റാൽ മാത്രമേ ഓണർഷിപ്പ് ബയറിലേക്ക് അല്ലെങ്കിൽ ആ വാങ്ങുന്ന ആളിലേക്ക് ട്രാൻസ്ഫർ ആവുകയുള്ളൂ. പക്ഷേ ഇൻവോയ്സിൽ എങ്ങനെ ഓട്ടോമാറ്റിക്കലി അത് ട്രാൻസ്ഫർ ആവും. Consignment accounts. These account record transaction relating to the goods sent on consignment by the consignor to the consignee. കൺസൈനർ കൺസൈനിക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നില്ലേ, അങ്ങനെയുള്ള ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അക്കൗണ്ട് ഏതാണ്? അതാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. ഇനി നമുക്കിവിടെ കുറച്ച് ജേണൽ എൻട്രീസ് ആണ് തന്നിരിക്കുന്നത്. ഈ ജേണൽ എൻട്രീസ് ഇങ്ങനെ പഠിക്കണമെന്നൊന്നുമില്ല, പക്ഷേ ടൈം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി പോകുന്നത് നന്നായിരിക്കും. അതിൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനർ ഒരെണ്ണം നോക്കാം നമുക്ക്. വെൻ ഗുഡ്സ് ആർ സെൻഡ് ടു കൺസൈനി, കൺസൈനിക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്ന് വരും. ഓക്കെ, ഇങ്ങനെ കൺസൈനറിൻ്റെ കേസ്, കൺസൈനറിൻ്റെ ബുക്കുണ്ട്, നമ്മൾ ബികോമിൽ പഠിച്ചത് ഓർക്കുന്നുണ്ടാവും. പിന്നെയോ കൺസൈനി, ഇപ്പോൾ കൺസൈനറിൻ്റെ ബുക്കിലും ഉണ്ട്, കൺസൈനിയുടെ ബുക്കിലും ഉണ്ട്. കണ്ടോ, എൻട്രി ഓൺ റെസിപ്റ്റ് ഓഫ് ഗുഡ്സ് ബൈ കൺസൈനി. ഇപ്പം രണ്ട് രീതിക്കുണ്ട്, കൺസൈനറിൻ്റെ ബുക്കിലുമുണ്ട്, കൺസൈനിയുടെ ബുക്കിലുമുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഇനി നമുക്ക് വാല്യുവേഷൻ ഓഫ് അൺസോൾഡ് കൺസൈൻമെൻറ്റ് നോക്കാം. It is quite possible that all goods sent on consignment might not have been sold by the consignee up to the date when the final accounts of the consignor are prepared. അതായത് കൺസൈനർ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തേക്ക് ചിലപ്പോൾ എല്ലാ ഗുഡ്സും കൺസൈനിക്ക് സെല്ല് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അല്ലേ? It is therefore natural that stock on consignment should be properly valued and credited to the consignment account to ascertain correct profit or loss on consignment. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സാധാരണ ചെയ്യണ പോലെ തന്നെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, കറക്റ്റ് പ്രോഫിറ്റും ലോസും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് പ്രോപ്പർലി വാല്യൂ ചെയ്തിട്ട് കൺസൈൻമെൻറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നു. Unsold stock is valued at a cost or net realizable value whichever is less. Principal emphasized in AS2. അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്ന കാര്യം നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇത് ഏതാ കോസ്റ്റ് അല്ലെങ്കിൽ നെറ്റ് റിയലൈസബിൾ വാല്യൂ വിച്ചെവർ ഈസ് ലെസ്. അങ്ങനെ തന്നെയാണ് ഇവിടെ കൺസൈൻമെൻറ്റിൻ്റെ അൺസോൾഡ് സ്റ്റോക്കും വാല്യൂ ചെയ്യുന്നത്. ഇനി രണ്ട് തരത്തിലുള്ള എക്സ്പെൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് നോൺ റെക്കറിംഗ് എക്സ്പെൻസസ് ആർ ദ എക്സ്പെൻസസ് വിച്ച് ആർ ഇൻകേർഡ് ടു ബ്രിങ് ദ ഗുഡ്സ് ടു ദ ഗോഡൗൺ ഓഫ് ദ കൺസൈനി സച്ച് ആസ് പാക്കിംഗ് ആൻഡ് forwarding charges, freight, octroi duty, insurance in transit, cartage of goods from railway station to the godown of the consignee, etc. അതാണ് നോൺ റിക്കറിംഗിൽ വരുന്നത്, അതായത് എപ്പോഴും സംഭവിക്കാത്തത്. ബട്ട് റിക്കറിംഗ് എക്സ്പെൻസസ് സച്ച് ആസ് ഗോഡൗൺ റെൻറ്റ്, സ്റ്റോറേജ്, അഡ്വർടൈസ്മെൻറ്റ് എക്സെട്ര ഇൻക്ലൂഡ് ആഫ്റ്റർ ദ ഗുഡ്സ് റീച്ച് ദ ഗോഡൗൺ ഓഫ് ദ കൺസൈനി ആർ നോട്ട് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ഫോർ ദ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് ഓൺ കൺസൈൻമെൻറ്റ്. ഇപ്പം റിക്കറിംഗ് എന്ത് ചെയ്യുന്നില്ല? കൺസൈൻമെൻറ്റ് സ്റ്റോക്കിൻ്റെ സ്ഥാനത്ത് അത് കൺസിഡർ ചെയ്യുന്നില്ല. ദ സ്റ്റോക്ക് ഓൺ കൺസൈൻമെൻറ്റ് വിൽ ബി ഷോൺ ഓൺ ദ അസെറ്റ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ഓഫ് ദ കൺസൈനർ. കൺസൈനറിൻ്റെ ബാലൻസ് ഷീറ്റിൽ അസറ്റായിട്ടാണ് ഈ സ്റ്റോക്കിനെ കാണിക്കുന്നത്. ഓക്കെ, കണ്ടോ, കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് അക്കൗണ്ട് അറ്റഡ് ടു കൺസൈൻമെൻറ്റ് ടു ഇതിൻ്റെ പേര് അക്കൗണ്ട്. ഓക്കെ, ഇറ്റ് മേ ബി നോട്ടഡ് കെയർഫുള്ളി ദാറ്റ് നോ എൻട്രി ഈസ് പാസ്ഡ് ഫോർ അൺസോൾഡ് ഗുഡ്സ് ഇൻ ദ ബുക്ക് ഓഫ് കൺസൈനി ആസ് നോ എൻട്രി ഈസ് പാസ്ഡ് ഇൻ ദ ബുക്ക് ഓഫ് കൺസൈനി വെൻ ഗുഡ്സ് ആർ റിസീവ്ഡ് ഫ്രം ദ കൺസൈനർ. അപ്പോൾ നമ്മൾ ആദ്യം എൻട്രീസ് വായിച്ചപ്പോൾ കണ്ടില്ലേ, കൺസൈനറിൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് റിസീവ് ചെയ്തതിന് എന്തെങ്കിലും എൻട്രി കാണിക്കുന്നുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ നോ എൻട്രീസ് പാസ്ഡ് ഫോർ അൺസോൾഡ് ഗുഡ്സ് ഇൻ ദ ബുക്ക് ഓഫ് കൺസൈനി. കൺസൈനിയുടെ ബുക്കിൽ അൺസോൾഡ് ഗുഡ്സിനുള്ള
എൻട്രിയും കാണിക്കുന്നില്ല. Moreover, the consignor is the owner of the goods and not the consignee, so no entry is required for the unsold goods in the book of consignee. Consignor ആണ് ഓണർ, അതുകൊണ്ട് അൺസോൾഡ് ഗുഡ്സിൻ്റെ ഇതൊന്നും ആരുടെയിൽ കാണിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. കൺസൈനിക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇൻവോയ്സിങ് ഗുഡ്സ് ഹയർ ദാൻ കോസ്റ്റ്, കോസ്റ്റിനേക്കാളും കൂടുതലായിട്ടാണ് ഇൻവോയ്സ് ചെയ്യുന്നതെങ്കിൽ sometimes the consignor is not interested to reveal actual cost of the good consigned to the consignee, so that the latter may not be in a position to know the actual profit made on consignment. ചില സമയങ്ങളിൽ കൺസൈനർക്ക് ശരിക്കുള്ള ഒരു ഗുഡ്സിൻ്റെ ശരിക്കുള്ള ആക്ച്വൽ കോസ്റ്റ് റിവീൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ കൺസൈനിക്ക് അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ലല്ലോ. കൺസൈനിക്ക് ആക്ച്വൽ എത്രയാണ് കൺസൈൻമെൻറ്റിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എന്നൊന്നും അറിയാനും സാധിക്കില്ല. To achieve this objective, the consignor sent to the consignee the pro forma invoice charging goods not at cost but at higher price. കോസ്റ്റ് പ്രൈസിലായിരിക്കില്ല, ഒരു ഹയർ പ്രൈസിലായിരിക്കും ചാർജ് ചെയ്യുന്നത്. Such invoice is prepared when goods are sent by the consignor to the consignee or head office to the branch. കൺസൈനർ കൺസൈനിക്ക് കൊടുക്കുമ്പോഴായിരിക്കും എന്ത് പ്രിപ്പയർ ചെയ്യുന്ന ആ ഇൻവോയ്സ്, പ്രൊഫോമ ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ദ ഇഫക്റ്റ് ഓഫ് സച്ച് എ പോളിസി ഈസ് ദാറ്റ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് സ്റ്റാൻഡ് ഡെബിറ്റ് വിത്ത് ഹയർ പ്രൈസ് ഓഫ് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഇഫക്റ്റ് എന്താണ്? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് സ്റ്റാൻഡ് ഡെബിറ്റഡ് വിത്ത് ഹയർ പ്രൈസ് ഓഫ് ഗുഡ്സ്, സാധാരണക്കാലം കൂടുതലായിട്ട്, thereby reducing the profit on consignment. അപ്പോൾ കൺസൈൻമെൻറ്റിൻ്റെ പ്രോഫിറ്റ് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. Similarly, unsold stock on consignment is valued at a higher price, thereby increasing the profit on consignment. ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് അൺസോൾഡ് സ്റ്റോക്കിൻ്റെ ഹയർ പ്രൈസിലാണെങ്കിൽ അത് കൺസൈൻമെൻറ്റിൻ്റെ പ്രോഫിറ്റ് കൂട്ടാനാണ് സഹായിക്കുന്നത്. Some adjustment should be made at the end of each balancing period if the correct profit or loss on consignment is to be ascertained. അതുകൊണ്ട് എന്ത് ചെയ്യുക, ബാലൻസ് ഷീറ്റിൻ്റെ ബാലൻസിങ് പീരീഡ് ആകുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള ഹയർ പ്രൈസിൻ്റെ ഇഫക്റ്റിന് വേണ്ടിയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ആണ് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അറ്റഡ് ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. ഓക്കെ, ഇനി ദിസ് എൻട്രി ഈസ് മെയ്ഡ് വിത്ത് ദ എമൗണ്ട് ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹയർ പ്രൈസ് അറ്റ് വിച്ച് ദ കൺസൈൻമെൻറ്റ് ഹാസ് ബീൻ ഇൻവോയ്സ്ഡ് ആൻഡ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് കൺസൈൻമെൻറ്റ്. ഹയർ പ്രൈസും ആക്ച്വൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ എൻട്രിയിൽ വരുന്നത്. ഇനി അതിൻ്റെ ഒരു ഇതാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ എൻട്രി വായിക്കണമെന്നില്ല. ഇപ്പോൾ ഹയർ പ്രൈസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, ഹയർ പ്രൈസ് എന്ന് വെച്ചാൽ എന്താണ് എന്ന കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇനി അക്കൗണ്ടിങ് ഫോർ ലോസ് ഓഫ് ഗുഡ്സ്. ലോസ് നോർമൽ ലോസും ഉണ്ട്, പിന്നെ എന്താണ് അബ്നോർമൽ ലോസും ഉണ്ട്. അപ്പോൾ അത് പഠിക്കാം, ഇതൊന്ന് ശ്രദ്ധിക്കണം. അക്കൗണ്ടിങ് ഫോർ ലോസ് ഓഫ് ഗുഡ്സ്. The loss of goods sent on consignment is that of the consignor and not of the consignee. ആരുടെയാണ് ലോസ്? ഇപ്പോൾ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? കൺസൈനറിൻ്റെ പേരിലാണ് വരിക. സോ ദ കൺസൈനർ എലോൺ ഈസ് ടു മേക്ക് ദ എൻട്രീസ് ഓഫ് ഫോർ ലോസ് ഓഫ് ഗുഡ്സ്. അപ്പോൾ ഗുഡ്സിന് എന്തെങ്കിലും ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ എൻട്രി ആരാണ് എഴുതേണ്ടത്? കൺസൈനറാണ് ചെയ്യേണ്ടത്. രണ്ട് തരത്തിലുള്ള ലോസുകളാണുള്ളത്. ഏതൊക്കെയാണ്? നോർമൽ ലോസും ഉണ്ട്, അബ്നോർമൽ ലോസും ഉണ്ട്. എന്താണ് നോർമൽ ലോസ് എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പഠിച്ചതായിരുന്നു അപ്ലൈഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. ആ തിയറിയിൽ ഫുള്ളായിട്ട് നമ്മൾ പഠിച്ചതാണ്. എന്തെങ്കിലും ഡൗട്ടുള്ളവർ അത് നോക്കുക കേട്ടോ. അന്നേരം നമുക്കൊന്ന് പറഞ്ഞു പോകാമെന്നാലും. നോർമൽ ലോസ് എന്ന് പറയുന്നത് ഒരു ഗുഡ്സിൻ്റെ നേച്ചർ അനുസരിച്ച് സാധാരണ വരുന്ന ലോസാണ് നോർമൽ ലോസ് എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടൊക്കെ വരാം? ഇപ്പോൾ ലോഡിങ് ആൻഡ് അൺലോഡിങ് ഓഫ് ഗുഡ്സ് ലോഡ് ചെയ്യുമ്പോഴോ അൺലോഡ് ചെയ്യുമ്പോഴോ വരാം. പിന്നെയോ കട്ടിങ് ദ ബൾക്ക് മെറ്റീരിയൽ ഇൻ ടു സ്മോളർ പാർട്സ്, ഇവാപ്രേഷൻ, ഡ്രൈയിങ്, സബ്ലിമേഷൻ ഓഫ് ഗുഡ് എക്സെട്ര, അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടൊക്കെ നോർമൽ ലോസ് സംഭവിക്കാം. സച്ച് എ ലോസ് ഈസ് അൺഅവോയ്ഡബിൾ ബിക്കോസ് സം ഓഫ് ദ ഗുഡ്സ് ആർ ബൗണ്ട് ടു ബി ലോസ്റ്റ് ഈവൺ ആഫ്റ്റർ ടേക്കിംഗ് ഓൾ പ്രിക്കോഷൻ. ഇത് അൺഅവോയ്ഡബിളാണ്. കാരണം ചില നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ച് എത്രയൊക്കെ പ്രിക്കോഷൻസ് എടുത്താലും ചില ലോസ് സംഭവിക്കും. ഓക്കെ, അത് ഈ നേച്ചർ ഗുഡ്സിൻ്റെ നേച്ചർ അനുസരിച്ച് വരുന്നതാണ്. അതുകൊണ്ട് ഇത് അൺഅവോയ്ഡബിൾ ആയി. Being normal, such a loss is a part of cost of the consignment. So no entry is passed in the book of consignment. ഇതിൻ്റെ പേരിൽ കൺസൈനർക്ക് എൻട്രി ഒന്നും പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏതിൻ്റെ പേരിൽ? നോർമൽ ലോസിൻ്റെ പേരിൽ. Such a type of loss is considered by calculating the cost of stock left unsold with the consignee. അൺസോൾഡ് സ്റ്റോക്കിൻ്റെ കേസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കണ്ടോ, ഇപ്പം
100 ടൺ കോൾ, ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തേക്കുന്നുണ്ടോ, 100 ടൺ കോള് എത്ര അറ്റ് ₹150 പെർ ടൺ. അതിൽ റിക്കറിങ് എക്സ്പെൻസ് 4000 ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, കോസ്റ്റ് ഓഫ് 100 ടൺ ഓഫ് കോൾ അറ്റ് ₹150 പെർ ടൺ ചെയ്തു. നോൺ റിക്കറിങ് എക്സ്പെൻസ് എന്ത് ചെയ്തു, ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 100 ടണ്ണിലെ ടോട്ടൽ കോസ്റ്റ് കിട്ടി. പിന്നെ തൊട്ട് താഴെ എന്താ പറഞ്ഞേക്കുന്നത്, ആ ക്വസ്റ്റ്യനിൽ തന്നെ കേട്ടോ, ഫർദർ ഇഫ് ലോസ് ഡ്യൂ ടു ലോഡിങ് ആൻഡ് അൺലോഡിങ് ഈസ് 5 ടൺ. അതായത് നോർമൽ ലോസ് എത്ര വന്നു, 5 ടൺ വന്നു. അപ്പോൾ ചിലപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, ലോഡിങ് ആൻഡ് അൺലോഡിങ് ഓഫ് ഗുഡ്സിൽ വരുന്ന ലോസ് ഏതാണ് അല്ലേ, അങ്ങനെ ചോദിക്കാം. അപ്പോൾ എക്സാമ്പിൾ നോക്കിപ്പോയാൽ ഏതാണ്, നോർമൽ ലോസ് ആണ്. അപ്പോൾ നോർമൽ ലോസ് ഇവിടെ എത്ര വന്നു എന്ന് പറഞ്ഞാൽ 5 ടൺ വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഓഫ് 100 ടൺ എന്ന് പറയുന്ന 19,000 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, 95 ടൺ, അതായത് 5 ടൺ ലോസ് ആയത് മാറ്റി. ആൻഡ് ഇഫ് ദ ക്വാണ്ടിറ്റി സോൾഡ് ബൈ ദ കൺസൈനി ഈസ് 85 ടൺ, 85 ഇവിടെ താഴെ ഇത് നോക്കി, ദ കോസ്റ്റ് ഓഫ് 100 ടൺ ബിക്കം ദ കോസ്റ്റ് ഓഫ് 95 ടൺ ബിക്കോസ് ഓഫ് നോർമൽ ലോസ് ഓഫ് 5 ടൺ. നോർമൽ ലോസ് 5 ടൺ ഉണ്ട്, അതുകൊണ്ട് കോസ്റ്റ് ഓഫ് 100 ടൺ എന്ന് പറയുന്നത് 95 ടണ്ണിൻ്റെ കോസ്റ്റാണ്. അപ്പോൾ ദ കോസ്റ്റ് ഓഫ് 95 ടൺ ആണ് എത്ര, 19,000. പിന്നെ ദ വാല്യൂ ഓഫ് 10 ടൺ ഓഫ് സ്റ്റോക്ക്, അങ്ങനെയാണെങ്കിൽ 10 എണ്ണത്തിൻ്റെ എന്ന് പറയുന്നത് ഇവിടെ സ്റ്റോക്ക് ഓഫ് 10 ടണ്ണാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം 90,000 by 95 into 10 ചെയ്താൽ മതി. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, വലിയ സീനൊന്നുമില്ല. നമുക്ക് തിയറിയാണ് കൂടുതൽ ആവശ്യം, MCQ ആയിട്ടല്ലേ വരുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ സിലബസ് ഫുൾ കംപ്ലീറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഞാൻ ഇപ്പോൾ 2 ദിവസം എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് പനിയായിട്ട് ഞാൻ ചില വീഡിയോസ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സിലബസിൻ്റെ കൂടെ തന്നെ നിങ്ങളും അതും കൂടി ഇപ്പം ശനി ഞായറും നമ്മൾ MCQ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്തു പോകുന്നത്. അപ്പോൾ ശനി ഞായറും ഈ ടോപ്പിക് ക്ലാസ് ഉണ്ടാവില്ല, അതിന് പകരം MCQ ചിലപ്പോൾ ക്ലാസ് ഇട്ട് തരും, അല്ലെങ്കിൽ PYQ ഇട്ട് തരും, അത് പഠിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ അതും പഠിച്ചു പോകണം കേട്ടോ. കാരണം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, PSCയുടെ എല്ലാ എക്സാമിനും പറയുന്ന പോലെ തന്നെ ഈ ടോപ്പിക്ക് ഈ സിലബസ് കൂടാതെ പുറത്തു നിന്നും ഈ സബ്ജക്റ്റ് ബേസ് ആയിട്ട് ഈ സിലബസിൽ നിന്നും പുറത്തു നിന്നും എന്തെങ്കിലുമൊക്കെ വരാം എന്ന രീതിയിൽ PSC പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ PYQ നിങ്ങൾ നോക്കി പോകാൻ ശ്രദ്ധിക്കുക. ഇപ്പം നോർമൽ ലോസ് എന്ന് പറയുന്ന അൺഅവോയ്ഡബിൾ ആണ്, അത് ഗുഡ്സിൻ്റെ നേച്ചർ അനുസരിച്ചാണ് വരുന്നതെന്ന് പറഞ്ഞു. ഇനി എന്താണ് അബ്നോർമൽ ലോസ്? സച്ച് ലോസ് ഈസ് ആൻ അവോയ്ഡബിൾ ലോസ്. അബ്നോർമൽ എന്ന് പറയുന്ന അവോയ്ഡബിൾ ആണ്, എന്ന് പറഞ്ഞ് ഓർത്ത് വയ്ക്കാമല്ലോ. അബ്നോർമൽ എന്ന് പറയുന്നത് അവോയ്ഡബിൾ ആണ്, കാരണം അത് ഗുഡ്സിൻ്റെ നേച്ചർ കൊണ്ടല്ല ലോസ് സംഭവിക്കുന്നത്. സച്ച് ലോസ് മേ അറൈസ് ഡ്യൂ ടു ബാഡ് ലക്ക്. എന്തൊക്കെയാണ്? ഇപ്പോൾ ഫയർ പിടിക്കുക, അല്ലെങ്കിൽ തെഫ്റ്റ് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും കെയർലെസ്നെസ് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുക, അതൊക്കെയാണ് അബ്നോർമൽ ലോസിൽ വരുന്നത്. The value such a loss is calculated in the same way as the value unsold stock on consignment and is credited to consignment account and debited to abnormal loss account or accidental loss account to ascertain the correct profit or loss of the കൺസൈൻമെൻറ്റ്. ഇങ്ങനത്തെ ലോസ് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ അൺസോൾഡ് സ്റ്റോക്ക്, കൺസൈൻമെൻറ്റിൻ്റെ അൺസോൾഡ് സ്റ്റോക്കിൻ്റെ വാല്യൂ ആയിട്ട് കണക്കാക്കിയിട്ട് അബ്നോർമൽ ലോസ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യുകയും കൺസൈൻമെൻറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. If the stock is insured, the amount of claim admitted by insurance company should be debited. ക്ലെയിം ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് എന്ത് ചെയ്യും, ക്ലെയിം കിട്ടുന്നത് എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. അബ്നോർമൽ ലോസ് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ആക്സിഡൻ്റൽ ലോസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. എനി എമൗണ്ട് റിയലൈസ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് ഡാമേജ്ഡ് ഗുഡ് ഷുഡ് ഓൾസോ ബി ക്രെഡിറ്റഡ്. ഏതെങ്കിലും ഡാമേജ്ഡ് ഗുഡിൽ നിന്ന് എന്തെങ്കിലും എമൗണ്ട് റിയലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും നമ്മൾ അബ്നോർമൽ ലോസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. ബാലൻസ് ഓഫ് അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു P&L അക്കൗണ്ട്. ബാലൻസ് ഉള്ളത് P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി നമുക്ക് നോർമലും അബ്നോർമലും തമ്മിലുള്ള വ്യത്യാസം പഠിക്കണം. ഇത്രയും കൂടിയേ ഉള്ളൂ, ഇത് കഴിയും. എന്താണ് നോർമൽ ലോസും അബ്നോർമൽ ലോസും തമ്മിലുള്ള ഡിഫറൻസ്? സിമ്പിളായിട്ട് പറഞ്ഞു പോകാം അല്ലേ. നോർമൽ അബ്നോർമൽ. നോർമൽ എന്താണ്? അൺഅവോയ്ഡബിൾ ആണ്, അവോയ്ഡ് ചെയ്യാൻ സാധിക്കില്ല. അബ്നോർമൽ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ നോർമൽ എന്ന് പറയുന്നത് ഗുഡ്സിൻ്റെ നേച്ചർ അനുസരിച്ചാണ്. അബ്നോർമലോ നമ്മൾ ഫയർ, തെഫ്റ്റ് അല്ലെങ്കിൽ ശ്രദ്ധയില്ലായ്മ അതൊക്കെ കൊണ്ടാണ് വരുന്നത്.
ഇനി ട്രീറ്റ്മെൻറ്റ് ഇൻ കോസ്റ്റ്. നോർമൽ നമ്മൾ എന്ത് ചെയ്യും, കോസ്റ്റിൻ്റെ പാർട്ടായി തന്നെ ട്രീറ്റ് ചെയ്യും, പക്ഷെ അബ്നോർമൽ അങ്ങനെ ട്രീറ്റ് ചെയ്യില്ല. പിന്നെ വാല്യൂ ആണെങ്കിലോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യില്ല. നോർമൽ ലോസിൻ്റെ വാല്യൂ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യില്ല, പക്ഷേ അബ്നോർമലിൻ്റെ വാല്യൂ നമ്മൾ അൺസോൾഡ് സ്റ്റോക്ക് എന്ന രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. നോർമൽ ലോസിന് പ്രത്യേക ട്രീറ്റ്മെൻ്റ് ഒന്നും വേണ്ട, പക്ഷേ അബ്നോർമൽ ലോസിന് ട്രീറ്റ്മെൻറ്റ് വേണം. അത് നമ്മൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. നോർമൽ ലോസിനോ ജേണൽ എൻട്രി ഇല്ല, പക്ഷേ അബ്നോർമൽ ലോസിനാണെങ്കിൽ ജേണൽ എൻട്രി ഉണ്ടാവും. ഇനി റിയലൈസേഷൻ്റെ കേസിൽ നോർമൽ ലോസിന് നോ റിയലൈസേഷൻ, പക്ഷേ അബ്നോർമൽ ലോസിലോ റിയലൈസ് എമൗണ്ട് ഉണ്ടാവും. അതെന്ത് ചെയ്യണം, അബ്നോർമൽ ലോസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി വാല്യുവേഷൻ ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. അതായത് അവിടെ എത്തിയിട്ടില്ല, കൺസൈനിയുടെ കയ്യിൽ എത്തിയിട്ടില്ല, അതിപ്പോഴും ഗുഡ്സ് എന്തുകൊണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലുള്ള ഗുഡ്സിൻ്റെ വാല്യുവേഷൻ എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. സംടൈം ഗുഡ്സ് സെൻഡ് ബൈ ദ കൺസൈനർ ഡു നോട്ട് റീച്ച് ദ കൺസൈനി. സച്ച് ഗുഡ്സ് ആർ കോൾഡ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. കൺസൈനിയുടെ അടുത്ത് എത്തിയിട്ടില്ല, അതിനെ നമ്മൾ എന്ത് വിളിക്കും, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയും. ദീസ് ആർ ഇൻ നേച്ചർ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓൺ കൺസൈൻമെൻറ്റ് ആൻഡ് നീഡ് ടു ബി വാല്യൂഡ് അക്കോർഡിംഗ്ലി. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന നേച്ചറിലാണ് നമ്മളിത് എടുക്കുന്നത്. സച്ച് ഗുഡ്സ് ആർ ടു ബി വാല്യൂഡ് അറ്റ് കോസ്റ്റ്, ദാറ്റ് ഈസ് ബേസിക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് ടു ദ കൺസൈനർ പ്ലസ് ഓൾ പ്രൊപ്പോർഷനേറ്റ് എക്സ്പെൻസസ് ഓഫ് ദ കൺസൈനർ. It must be noted carefully that consignee's expenses incurred will not be included in cost. കൺസൈനിയുടെ എക്സ്പെൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കൺസൈനൻ്റെ പ്രൊപ്പോർഷൻ ആയിട്ടുള്ള കൺസൈനൻ്റെ എക്സ്പെൻസ് ആണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ ബേസിക് കോസ്റ്റിൻ്റെ കൂടെ. ഓക്കെ, അപ്പോൾ ബേസിക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് ഓഫ് ദ കൺസൈനർ പ്ലസ് എക്സ്പെൻസ് ഓഫ് ദ കൺസൈനർ, കൺസൈനിയുടെ എക്സ്പെൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ആൻഡ് ദർ വിൽ ബി നോ എൻട്രി ഫോർ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ഇൻ ദ ബുക്ക് ഓഫ് കൺസൈനി. കൺസൈനിയുടെ ബുക്കിൽ അതുകൊണ്ട് എന്തില്ല, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റിന് ജേണൽ എൻട്രിയും കൊടുക്കേണ്ട ആവശ്യമില്ല. അടുത്തത് നമ്മൾ തൊട്ട് മുമ്പ് നോർമൽ ലോസ് എന്താണ്, അബ്നോർമൽ ലോസ് എന്താണെന്ന് പഠിച്ചു. ഇനി where both normal and abnormal losses occur simultaneously. നോർമൽ ലോസും അബ്നോർമൽ ലോസും ഒരുമിച്ച് വന്ന് എന്ത് ചെയ്യണം എന്നാണ് നോക്കുന്നത്. In some cases it may be possible that both losses, normal and abnormal, are given in the question. While preparing consignment account, normal loss is ignored. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നോർമൽ ലോസ് ഇഗ്നോർ ചെയ്യുക. ദ വാല്യുവേഷൻ ഓഫ് അബ്നോർമൽ ലോസ് ഇസ് ഡൺ ഓൺ ദ സെയിം ബേസിസ് ആസ് ഹാസ് ഓൾറെഡി ബീൻ ഡിസ്കസ്ഡ്. വാല്യുവേഷൻ എങ്ങനെ ചെയ്യണം, അബ്നോർമൽ ലോസിൻ്റെ വാല്യുവേഷൻ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചില്ലേ, അതായത് അൺസോൾഡ് സ്റ്റോക്ക് എന്ന രീതിയിൽ അതുപോലെ ചെയ്യുക. ബട്ട് വൈൽ കാൽക്കുലേറ്റിംഗ് ദ വാല്യൂ ഓഫ് സ്റ്റോക്ക് ദ ഫോളോയിങ് പ്രൊസീജിയർ ഈസ് ടു ബി ഫോളോഡ്. സ്റ്റോക്ക് വാല്യൂ ചെയ്യുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യുക. എന്താണെന്ന് നോക്കിയേ. First of all, deduct the quantity of normal loss from the total quantity without deducting anything from the total cost. Total quantity യിൽ നിന്ന് normal loss quantity deduct ചെയ്യുക. പിന്നെയോ then deduct the quantity as well as value of abnormal loss from the rest of the quantity and cost as arrived at in one above. അബ്നോർമൽ ലോസിൻ്റെ വാല്യൂ ഉള്ള ക്വാണ്ടിറ്റി എന്ത് ചെയ്യുക, ഡിഡക്റ്റ് ചെയ്യുക ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ ക്വാണ്ടിറ്റിയിൽ നിന്ന്. Calculate the average value per unit by dividing the residual amount by the residual quantity. എന്നിട്ട് ആവറേജ് കണ്ടുപിടിക്കുക. Multiply with the units of unsold stock lying in the hands of the consignee by average cost of a unit as called in 3 above. അപ്പോൾ അതിൻ്റെ ഒരു കാര്യമാണ് കണ്ടോ, അബ്നോർമൽ ലോസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു ഇലിസ്ട്രേഷനാണ്. നമുക്ക് ജസ്റ്റ് നോക്കിയാലോ. Where both losses occur simultaneously. അതായത് അബ്നോർമൽ ലോസും നോർമൽ ലോസും ഒരുമിച്ച് വന്നാൽ എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. ആൻഡ് ഓഫ് എ അബ്നോർമൽ ലോസ് ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, കാൽക്കുലേഷൻ ഓഫ് അബ്നോർമൽ ലോസ് കണ്ടുപിടിക്കുകയാണ്. ഇവിടെ 5000 കിലോഗ്രാമിൻ്റെ ഓയിൽ 16 രൂപ വെച്ച് പെർ കെ ജിക്ക് 16 രൂപ വെച്ച് കൺസൈൻ ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് 80,000 കിട്ടി. അതിൻ്റെ കൂടെ നമ്മൾ ഫ്രൈറ്റ് 2000, ഇൻഷുറൻസ് 3000, അങ്ങനെ ടോട്ടൽ 5000 കൺസൈനർക്ക് വന്ന ചാർജ് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് 5000 കെ ജിക്കുള്ള ടോട്ടൽ കോസ്റ്റ് എത്ര കിട്ടി, 85,000 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ കോസ്റ്റ് ഓഫ് 750 കെ ജിയുടെയാണ് കാണാൻ പോകുന്നത്, 750 കെ ജിയുടെ. അത് 85,000 ബൈ 5000. 5000 എന്ന് പറയുന്നത് ആ ഫ്രൈറ്റ് ആൻഡ് ഇൻഷുറൻസിൻ്റെ എക്സ്പെൻസ് ഇൻറ്റു 750 ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ റിസീവ്ഡ് ഫ്രം ഇൻഷുറൻസ് കമ്പനി കുറയ്ക്കുന്നു. അപ്പോൾ കിട്ടുന്നതാണ് നെറ്റ് അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്.
ഇനി കാൽക്കുലേഷൻ ഓഫ് വാല്യൂ ഓഫ് സ്റ്റോക്ക്, കോസ്റ്റ് നമുക്ക് കിട്ടി, കെ ജിയും കോസ്റ്റ് രണ്ടായിട്ട്. പിന്നെ നോർമൽ ലോസ് ഉള്ളത് കുറയ്ക്കുന്നു. നോർമൽ ലോസ് എത്രയാണ്? 250. അത് ക്വസ്റ്റിനിൽ പറയുന്നതാട്ടോ 250 എന്നുള്ളത്. നോർമൽ ലോസ് എച്ച് ആയിട്ട് അവിടെ കൊടുത്തേക്കുന്നുണ്ട് ഏറ്റവും താഴെ. ക്വസ്റ്റിനിൽ ഏറ്റവും അവസാനം നോർമൽ ലോസ് 250, അത് കുറയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് അബ്നോർമൽ ലോസ് ഉള്ളത് കെ ജിയുടെ 750 തന്നിട്ടുണ്ട്. പിന്നെ മറ്റേ 12750 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, അതും കുറയ്ക്കുന്നു. അപ്പം നമുക്കൊരു എമൗണ്ട് കിട്ടും. അപ്പോൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ കെ ജി ഇൻറ്റു 1000 ചെയ്യുമ്പോൾ നമുക്ക് അതും കിട്ടും, വാല്യൂ ഓഫ് സ്റ്റോക്കും കിട്ടും. ഓക്കെ, ഇത് നോക്കണം എന്നില്ല, ഇലിസ്ട്രേഷൻ നോക്കണം എന്നില്ല, ഞാൻ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അക്കൗണ്ടിങ് ഫോർ കൺസൈൻമെൻറ്റ് എന്ന ആ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കിൽ നിന്ന് പഠിക്കാനുള്ളത്. തിയറി എന്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ പഠിക്കുക. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തൊന്നും പറഞ്ഞിട്ടില്ല, ആവശ്യമുള്ള കാര്യങ്ങൾ സിലബസിലുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും പഠിക്കുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.